അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ മൊഡ്യൂൾ 1 സെക്കൻഡ് പാർട്ട് വീഡിയോ. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ലെയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ യൂസേഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്രോം, ജിമെയിൽ, അതെല്ലാം നമുക്കറിയാമല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്ക് HTTP അല്ലെങ്കിൽ HTTPS വഴി കയറാം. ജിമെയിൽ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ്? FTP. പിന്നെ വാട്സാപ്പ് ഉണ്ട്, SMTP. അത് നമുക്ക് മെയിലിലും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ. നമ്മുടെ ഡേറ്റയെ സെഗ്മെൻ്റായിട്ട് ബ്രേക്ക് ചെയ്ത് ഇററൊന്നും ഇല്ലാതെ റിലയബിളായിട്ട് ഡെലിവറി നടത്തുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രോട്ടോക്കോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നെറ്റ്വർക്ക് ലെയർ? നമ്മുടെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് പാത്തിനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിൻ്റെ ജോലി. അതായത് മെയിൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒരു റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി എന്താണ് ലിങ്ക് ലെയർ? കണക്റ്റഡ് ഡിവൈസസ് തമ്മിൽ ഡേറ്റ ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ലിങ്ക് ലെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇഥർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ ഡേറ്റ ഡയറക്റ്റ്ലി കണക്റ്റഡ് ഡിവൈസസിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സെയിം ലോക്കൽ നെറ്റ്വർക്കിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് ലിങ്ക് ലെയറിൻ്റെ പ്രോസസ്സ്. ഇനി ഫിസിക്കൽ ലെയർ. ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ റോ ബിറ്റ്സിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇലക്ട്രിക് സിഗ്നൽസ്, ലൈറ്റ് ത്രൂ ദ ഫൈബർ ഒപ്റ്റിക്സ്, റേഡിയോ വേവ്സ് എക്സെട്ര. ഇനി ഡേറ്റ ഫ്ലോ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ, നമ്മൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ലെയറിൽ കൂടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നു. അത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകുന്നു. അവിടുന്ന് നെറ്റ്വർക്ക് ലെയറിലൂടെ ചെന്ന് ലിങ്ക് ലെയർ വഴി ഫിസിക്കൽ ലെയറിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ആ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫിസിക്കൽ ലെയറിൽ നിന്ന് ലിങ്ക് ലെയറിലേക്ക് കൊടുക്കുന്നു, ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയറിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ മെസ്സേജ് ആർക്കാണോ അയച്ചത് അയാളുടെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് എത്തുന്നു. അതായത് the message goes down the layers on the sender's device, travel across the network, then up the layers on the receiver's device. ഇനി TCP അല്ലെങ്കിൽ OSI മോഡൽ. OSI മോഡലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എല്ലാത്തിനെയും പറ്റി നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനി TCP അല്ലെങ്കിൽ IP മോഡലിന് 5 ലെയേഴ്സ് ഉണ്ട്, OSI മോഡലിന് 7 ലെയേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി യൂസ്ഡ് ഇൻ ദ ഇൻ്റർനെറ്റ് റെഫറൻസ് മോഡലിൽ TCP പ്രാക്ടിക്കലും OSI മോഡൽ തിയററ്റിക്കലിയാണ് നമ്മൾ പറയുന്നത്. OSI ലെയറിൻ്റെ 7 ലെയേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ലെയർ, രണ്ടാമത്തേത് പ്രസൻറ്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക് ആൻഡ് ഫിസിക്കൽ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7th ലെയറാണ് ശരിക്കും ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻ ലെയർ? നമ്മുടെ TCP മോഡലിലെ ടോപ്പ് മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷൻസ്, പീപ്പിൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് നെറ്റ്വർക്ക് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. യൂസറിനും നെറ്റ്വർക്കിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ ആക്ട് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു, ഒരു ഇമെയിൽ അയക്കുന്നു, യൂട്യൂബ് വീഡിയോസ് കാണുന്നു, എന്തെങ്കിലും വാട്സപ്പിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഏത് ലെയറിൽ കൂടെ യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ലെയറിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസർ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് എത്തുന്നു, അവിടുന്ന് ഇൻ്റർനെറ്റ്. ഇനി ആപ്ലിക്കേഷൻ ലെയർ പാരഡിഗ്ംസ്. ദ ആപ്ലിക്കേഷൻ ലെയർ മെയിൻലി ഫോളോസ് 2 കമ്മ്യൂണിക്കേഷൻ മോഡൽസ്, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഇനി എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ? ഒരു കമ്പ്യൂട്ടർ ഒരു സർവീസിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു, അനദർ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? അതായത് അനദർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെർവറാണ്. ആ സെർവർ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ ബ്രൗസറിലാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തതെന്ന് വിചാരിക്കുക. ബ്രൗസർ എന്ത് ചെയ്യും? യൂട്യൂബ് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ആ സെർവർ ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചോദിച്ചത് എന്താണോ ആ വീഡിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ റെസ്പോൺസ് ക്ലയൻറ്റിന് തിരിച്ചു കൊടുക്കുന്നു.
അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിയർ ടു പിയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടറിനും ബോത്ത് ക്ലയൻറ്റ് ആൻഡ് സെർവറായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അതിനൊരു സെൻട്രൽ സെർവർ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ത്, നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സ്കെയിലബിൾ ആയിരിക്കും, പൈസയും കുറവായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി കുറച്ച് ഹാർഡായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പിയേഴ്സ് അവൈലബിൾ ആയിരിക്കണം ആ സെയിം ടൈമിൽ, എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കൂ. ഇനി വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് വെബ് പേജസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇൻ്റർനെറ്റിലൊരു വെബ് ബ്രൗസർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാനും സാധിക്കും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതല്ല വേൾഡ് വൈഡ് വെബ് എന്ന് ഉദ്ദേശിക്കുന്നത്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു വെബ് പേജാണ്, അതായത് ഒരു സർവീസാണ്. ഇനി HTTPയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് നമ്മുടെ ഈ ബ്രൗസറിലും വെബ് സെർവേഴ്സിലും വെബ് പേജസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രൗസർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, സെർവറിന് എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് റിസീവ് ചെയ്യും. അപ്പോൾ സെർവർ ആ വെബ് പേജിനെ അയച്ചു കൊടുക്കും. അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ജസ്റ്റ് ഡയഗ്രാം കൊടുക്കുന്നത്. ബ്രൗസറുണ്ട്, അവിടെ നിന്ന് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവറിലേക്ക് റിക്വസ്റ്റ് കിട്ടുന്നു, സെർവർ ആ HTML പേജിനെ ബ്രൗസറിലേക്ക് കൊടുക്കുന്നു. കോമൺ HTTP മെത്തേഡ്സ് കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. HTTPയും HTTPS തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻക്രിപ്റ്റഡ് അല്ല, HTTPS ആണ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും HTTP ലെസ് സെക്യൂർ ആണ്, HTTPS ആണ് മോർ സെക്യൂർ ആയിട്ടുള്ളത്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. FTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു സെർവറിൻ്റെ ആ ഒരു നെറ്റ്വർക്കിലൂടെ നമ്മൾ ഡേറ്റ ഫയലിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ ഡയഗ്രാമും യൂസ് കേസസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക് മെയിൽ ഈസ് എ സിസ്റ്റം ഫോർ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡിജിറ്റൽ മെസ്സേജസ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇമെയിലൊക്കെ അയക്കുന്ന ആൾക്കാരാണല്ലേ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നമുക്ക് സെൻഡർ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും, പിന്നെ മെയിലിനൊരു സെർവർ ഉണ്ടാവും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെല്ലാം. ഇമെയിലിനുള്ള പ്രോട്ടോക്കോളാണ് SMTP, സെൻസ് ഇമെയിൽ ഫ്രം സെൻഡർ ടു മെയിൽ സെർവർ ആൻഡ് ബിറ്റ്വീൻ മെയിൽ സെർവേഴ്സ്. പിന്നെ IMAP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ. അടുത്തത് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രയോജനം? കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് അടുത്ത സിസ്റ്റത്തെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ്റർനെറ്റിലുള്ള ഒരു സിസ്റ്റത്തെ ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DNS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്തിനാണ് നമുക്ക് DNS വേണ്ടത്? ഇപ്പോൾ നമ്മൾക്ക് ആൾക്കാരെയൊക്കെ പേര് വെച്ച് ഓർത്തിരിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, നമ്പേഴ്സ് വെച്ചിട്ടാണ് ഓർത്തിരിക്കുന്നത്. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ DNS ഇത് രണ്ടും തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ www.google.com എന്ന് കൊടുക്കുമ്പോൾ DNS അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. തിങ്ക് ഓഫ് DNS ആസ് ദ കോൺടാക്ട് ലിസ്റ്റ് ഓൺ യുവർ ഫോൺ. യു ടാപ്പ് എ നെയിം ബട്ട് ദ ഫോൺ ആക്ച്വലി ഡയൽസ് എ നമ്പർ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. നമ്മൾ കോൾ ചെയ്യാൻ നേരത്ത് നമ്മൾ പേരാണ് സെർച്ച് ചെയ്യുന്നത്, പക്ഷേ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എന്തും കൂടെ വരും, നമ്പർ വരുന്നുണ്ട്. ഇനി BitTorrent കേസ് സ്റ്റഡി. എന്താണ് ഈ BitTorrent എന്ന് പറയുന്നത്? അതൊരു പിയർ ടു പിയർ ഫയൽ ഷെയറിംഗ് പ്രോട്ടോക്കോളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫയലിനെ സ്മോൾ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത പീസസ് ഓരോ പിയറിനും കൊടുക്കുകയാണ്. അപ്പോൾ ആ സെയിം ടൈമിൽ തന്നെ ഈ ഓരോ പിയറിനും കിട്ടുന്ന ഓരോ പാർട്സ് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഫാസ്റ്റായിട്ട് ആ ഹോൾ സാധനം നമുക്ക് കിട്ടുവാണ്. ഡിവൈഡ് ചെയ്ത പീസാണെങ്കിലും എല്ലാം കൂടെ നമുക്ക് ഒരേ സമയം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പിയർ, സീഡർ, ലീച്ച്, സ്വാം അങ്ങനത്തെ വാക്കുകളൊക്കെ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ഷെയറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതൊരു കമ്പ്യൂട്ടറിനെ നമ്മൾ വിളിക്കുന്നതാണ് പിയർ. സീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഹാസ് ടു കംപ്ലീറ്റ് ഫയൽ ആൻഡ് അപ്ലോഡ് ഇറ്റ് ടു അതേഴ്സ്. അങ്ങനെ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ്, ഫാസ്റ്ററായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻറ്റ് ബാൻഡ് വിത്ത് യൂസേജിനും സാധിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജസ്, ആക്റ്റീവായിട്ടുള്ള പിയേഴ്സ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്യാൻ ബി യൂസ് ടു ഷെയർ കോപ്പിറൈറ്റഡ് കണ്ടൻറ്റ് ഇല്ലീഗലി. അത് നമുക്കറിയാമല്ലേ, കോപ്പിറൈറ്റുള്ള പല കണ്ടൻറ്റും ഇപ്പോൾ ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ നടക്കാൻ ചാൻസ് ഉള്ള ഒരു കേസാണ് BitTorrent കേസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇനി OSI മോഡലിനെ പറ്റി ഡീറ്റെയിൽ നമുക്കൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം.